ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. പുതിയൊരു റെസിപ്പി ഒന്നും ആയിരിക്കത്തില്ല, കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും ഇതൊരു ഹെൽത്തി ചിക്കൻ റെസിപ്പിയാണ്. ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. ഓക്കെ, ഈ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ മസാല ഒന്നും ചേർക്കുന്നില്ല. ഉള്ളിയും മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി നാരങ്ങ നീര്, പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ഇത്രയും കൂട്ടി നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഇത് ചെയ്ത് വെക്കണം. ഞാനിതിപ്പം ഇങ്ങനെ ചിക്കൻ ബ്രസ്റ്റ് നമുക്കിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരു പാക്കറ്റായിട്ട് വാങ്ങിച്ചിട്ട് ഇതെല്ലാം നേരത്തെ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്ന സാധനം ഇപ്പോൾ ഞാനിങ്ങനെ എടുത്ത് തണുപ്പ് മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കുന്നതുണ്ടല്ലോ, ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്, ഓയിലിലല്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇത് ബട്ടറിട്ട് പാനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ബട്ടർ അതിലിട്ട് നന്നായി മെൽറ്റായി കഴിയുമ്പോൾ ഇതിടുന്നു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു ഹെൽത്തി ഡയറ്റിനുള്ള പ്രിപ്പറേഷൻസ് അല്ലേ ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ബ്രോക്കോളി, പിന്നെ എന്താ ക്യാപ്സിക്കം, ഇതൊക്കെ നമുക്കിട്ടുണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്നും ഇടുന്നില്ല, കാരണം ഇതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നത് ഇതാണ്, നമ്മുടെ ഗാർലിക് ഇല്ലേ, വെളുത്തുള്ളിയുടെ അല്ലി ഒരു 3/4 വേവാകുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടും. ഓക്കെ, അപ്പോഴേ 2 സൈഡ് മറിച്ചിട്ട് വേവാകുമല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് ഇട്ട് നമുക്ക് എടുക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ വെളുത്തുള്ളി ഇട്ട് അങ്ങനെ ഇത് ചെയ്യാൻ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതൊരു 3/4 വേവാകണം. ഇതാണ് നമ്മുടെ ബട്ടർ, ഉപയോഗിച്ച ബട്ടറില്ലേ, ഇത് നമ്മുടെ സോൾട്ട് ഫ്രീയോ നോക്കട്ടെ, എന്താണ്, അൺസോൾട്ടഡ് ബട്ടർ കേട്ടോ, ഉണ്ടോ, അൺസോൾട്ടഡ് ബട്ടർ. പിന്നെ ഇതാണ് നമ്മുടെ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിനെയും കൂടെ നമ്മളിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. നന്നായിട്ടെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഫ്രൈ ആയിട്ട് നമുക്കെടുക്കും. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം, എന്തായെന്ന് നോക്കാതെ. ഒരു ഇതായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയോ അപ്പോൾ ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലെങ്കിൽ, എനിക്കാണെങ്കിൽ ചോറിന് ഇത്തിരി ചോറാണ് കഴിക്കത്തുള്ളൂ. പക്ഷേ കഴിക്കുന്ന ചോറിനൊരു ഫിഷ് ഫ്രൈ ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫിഷ് ഫ്രൈ ഇല്ലെങ്കിൽ നമുക്ക് ഇതൊരു പീസ് മതി. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് കാണും, സാലഡ് കാണും. അപ്പോൾ ഈ ഒരു പീസും പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലോ അടിപൊളിയാണ്. നമ്മുടെ വൈകുന്നേരം നമ്മുടെ വയറ് നന്നായിട്ട് നിറയും. ഇനിയിപ്പോൾ നമ്മൾ ഡിന്നറിനാണെങ്കിലോ ഇത് ഒരു പീസും കുറച്ച് സാലഡും അവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾ സാലഡ്, അപ്പോൾ സാലഡൊക്കെ നന്നായിട്ട് എടുക്കണമല്ലോ. അത് മതി നമുക്ക് ഡിന്നറിന്. അപ്പോൾ ഒത്തിരി കാർബോഹൈഡ്രേറ്റ് നമുക്ക് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്, ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടാം. ഓക്കെ, വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എൻ്റെ എല്ലാ കറികളിലും തന്നെ എല്ലാത്തിലും തന്നെ ഉള്ളൊരു മസ്റ്റ് ഇതാണ്. ഇത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇതിനെ അവോയ്ഡ് ചെയ്യാറില്ല. എല്ലാത്തിനും ഞാൻ ഉപയോഗിക്കും കേട്ടോ. തോരൻ കറിക്കൊന്നും ഉപയോഗിക്കത്തില്ല, പക്ഷെ എന്തെങ്കിലും ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങൾക്കും കറികൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ ഇട്ട് കാണിച്ച് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പതുക്കാൻ നോക്കി. ഇത് ഭയങ്കര കുറച്ച് സിമ്മിലാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇത് കരിഞ്ഞൊന്നും അങ്ങനെ പോകത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ എന്താ പറയണേ, റോസ്മേരി
ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. പക്ഷേ ഇതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ കയ്യിലില്ലെന്ന് ഒരു സാധനം ഇല്ല നോക്കുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട. നമ്മളത് ഉള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതാണല്ലോ. ഓക്കേ, ആയില്ല. ഇതിങ്ങനെ ഇവിടെ കിടന്ന് വേകട്ടെ. ഇത് വെന്തതിന് ശേഷം നമുക്ക് കാണിക്കാം കേട്ടോ. ഈ വെന്തതിന് ശേഷം കാണിക്കാനൊന്നുമില്ല, ഇത്ര ഇതേ ഉള്ളൂ. ഓക്കെ.